ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമ്മുടെ അടുക്കള ജോലി എളുപ്പമാക്കി തരുന്ന ഒരു ഉപകരണത്തെ പറ്റിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഏതൊരു വീട്ടിലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയിൽ കാണാം. വെൽക്കം ടു ഹോം ഡീകോഡ്സ്. ഞാൻ പറഞ്ഞ വീട്ടുജോലി എളുപ്പമാക്കി തരുന്ന സാധനം ഇതാണ്, ഇലക്ട്രിക് ചോപ്പർ. ഇത് ബോറോസിൽ ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ പേര് ബോറോസിൽ ഷെഫ് ഡിലൈറ്റ് 300 വാട്ട് ചോപ്പർ എന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിത് വാങ്ങിയതല്ല, എൻ്റെ ഹൗസ് വാമിങ്ങിന് എൻ്റെ കസിൻ ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നീട് ഇത് യൂസ് ചെയ്തപ്പോൾ ഇതൊരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു അപ്ലയൻസ് ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്സൊക്കെ നോക്കാം. ഇതിനൊരു മോട്ടറും ഒരു പ്ലാസ്റ്റിക് ബോഡിയും ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ജാറിന് ഇങ്ങനെയൊരു ലിഡുണ്ട്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്വിൻ ബ്ലേഡ്സ് ആണ്. ഇത് 600 ml ഒരു ജാറാണ്. ഇതിൽ മെഷർമെൻറ്റ് മാർക്കിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഡിവൈസിൻ്റെ മോട്ടർ. 300 വാട്ട് മോട്ടറാണ്. മോട്ടറിന് വളരെ നല്ല ഡിസൈനൊക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ലെങ്ത് ഉള്ള കണക്ഷൻ വയറും ഉണ്ട്. എൻ്റെ കയ്യിൽ മുമ്പ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള പോലത്തെ ഒരു മാനുവൽ വെജിറ്റബിൾ ചോപ്പറാണ് ഉണ്ടായിരുന്നത്. അത് നല്ലതായിരുന്നു, ബട്ട് അത് കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഒരു സമയം അതിൽ കട്ട് ചെയ്യാൻ പറ്റൂ. മാത്രമല്ല കൈ കൊണ്ട് ഒരുപാട് സമയം വലിച്ചാലേ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടുള്ളൂ. സോ ഇലക്ട്രിക് ചോപ്പറാണ് മാനുവൽ ചോപ്പറിനേക്കാൾ കൂടുതൽ സൗകര്യം. ഇതിൻ്റെ ജാറിന് ഒരു സിമ്പിൾ ലോക്കിംഗ് മെക്കാനിസം ഉള്ള ലിഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ജാറിൻ്റെ താഴെ ആൻറ്റി സ്കിഡ് റബ്ബർ കവറിങ്ങും ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ചോപ്പറിൻ്റെ ബ്ലേഡ് ജാറിൽ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് ആവശ്യമുള്ള പച്ചക്കറി 2-3 ആയിട്ട് മുറിച്ച് ഇതിലിടണം. എന്നിട്ട് കവർ വെച്ച് അടയ്ക്കണം. മോട്ടർ എടുത്ത് ജാറിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം മോട്ടറിൻ്റെ മുകളിലുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ സവാളയാണ് കട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ വെളുത്തുള്ളി ചോപ്പ് ചെയ്യാം. ഇനി ഒരു വലിയ പീസ് ഇഞ്ചി ഞാൻ കട്ട് ചെയ്യാതെ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് വളരെ ഫൈനായിട്ട് ചോപ്പായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പച്ചമുളകും ക്യാബേജും ബീട്രൂട്ടും ക്യാരറ്റും ഒരുമാതിരി എല്ലാ വെജിറ്റബിൾസും ഇതിൽ കട്ട് ചെയ്യാം. ഈ ചോപ്പറിൻ്റെ മാനുവലിൽ എന്തെല്ലാം ഐറ്റംസ് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ തൽക്കാലം വെജിറ്റബിൾസ് മാത്രമേ ഇതിൽ കട്ട് ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ളൂ. ഞങ്ങൾ സാധാരണ തോരൻ ഐറ്റംസൊക്കെ വെക്കുമ്പോഴാണ് ഈ ഷേപ്പിൽ ഇങ്ങനെ ഇത്ര ഫൈനായിട്ട് പച്ചക്കറി അരിയാറ്. സോ കൈകൊണ്ട് അരിയുന്നേക്കാളും അല്ലെങ്കിൽ മാനുവൽ കട്ടറിനേക്കാളും എന്തുകൊണ്ടും എളുപ്പം ഈ ഇലക്ട്രിക് ചോപ്പറാണ്. അത് മാത്രമല്ല ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല വെജിറ്റബിൾസും ഞങ്ങൾ ഇടാറ്. ഇപ്പോൾ ക്യാബേജ് തോരൻ വയ്ക്കണമെങ്കിൽ ക്യാബേജും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും അങ്ങനെ ആവശ്യമുള്ള എല്ലാം കൂടി ഒരുമിച്ചിട്ട് തന്നെ ഞങ്ങൾ ചോപ്പ് ചെയ്തെടുക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 9 months ആയിട്ടുണ്ട്. ഇതിന് 2 years വാറൻറ്റി ഉണ്ട്. ഇങ്ങനൊരു ഇലക്ട്രിക് ചോപ്പർ നമ്മുടെ അടുക്കളയിലെ വർക്ക് എന്തായാലും ഒരുപാട് എളുപ്പത്തിലും സ്പീഡിലും ആക്കി തരും. ഇതിൻ്റെ ജാർ ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഈ ബോറോസിൽ ചോപ്പറിൻ്റെ ആമസോണിലുള്ള റേറ്റ് 1924 ആണ് ഇന്ന് നോക്കുമ്പോൾ. ഇതിലും കുറഞ്ഞ വിലയ്ക്ക് മറ്റ് ഇലക്ട്രിക് ചോപ്പേഴ്സൊക്കെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ കസ്റ്റമർ റിവ്യൂസൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം. ഏത് ബ്രാൻഡ് ആയാലും നിങ്ങളുടെ കയ്യിലൊരു ഇലക്ട്രിക് ചോപ്പർ ഉണ്ടെങ്കിൽ അടുക്കളപ്പണി വളരെ ഈസി ആയിരിക്കും. സോ ഇതൊരു മസ്റ്റ് ഹാവ് ഐറ്റമാണ് ഏതൊരു അടുക്കളയിലും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.